Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാവരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. അങ്കമാലി പഴയ നഗരസഭാ ഓഫീസ് കെട്ടിടം തകർച്ചാ ഭീഷണിയിൽ. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു ഭാഗം അടർന്ന് താഴേക്ക് പതിച്ചു. ഈ സമയം താഴെ മറ്റാരുമില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. നഗരസഭാ ചെയർമാനും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കെട്ടിടം സന്ദർശിച്ചു. വ്യാഴാഴ്ച രാവിലെയാണ് ദേശീയപാതയോരത്തുള്ള അങ്കമാലി പഴയ നഗരസഭാ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു കോൺക്രീറ്റ് പാളി അടർന്ന് താഴെ വീണത്. ഈ സമയത്ത് താഴെ ആരും ഉണ്ടാകാതിരുന്നതിനാൽ വലിയൊരു ദുരന്തം ഒഴിവാകുകയായിരുന്നു. കെട്ടിടത്തിന്റെ മുകൾ നിലകളെല്ലാം ഭിത്തി വിണ്ടുകീറിയും ഒട്ടേറെ ഭാഗങ്ങൾ കോൺക്രീറ്റ് അടർന്നും ഏതുനേരവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. താഴെ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്കുമെല്ലാം ഇത് വലിയ ഭീഷണിയുമാണ്. മുകൾ നിലകളിലെ വരാന്തകളിലെ കൈവരികളെല്ലാം ദ്രവിച്ച് ഇരുമ്പുകമ്പികൾ പുറത്തു കാണാം. സംഭവമറിഞ്ഞ് നഗരസഭാ ചെയർമാൻ മാത്യു തോമസും സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കെട്ടിടം സന്ദർശിച്ചു. 1985 കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് 40 കൊല്ലം തികയുന്നതിനിടെ യാതൊരു അറ്റകുറ്റപ്പണികളും നടന്നിട്ടില്ല. നഗരസഭാ കാര്യാലയം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റപ്പെട്ടതോടെ പഴയ ഓഫീസ് കെട്ടിടത്തിലേക്ക് ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുമുണ്ടായി. കെട്ടിടം പുതുക്കിപ്പണിത് അപകട ഭീഷണി ഒഴിവാക്കുന്നതിൽ തികഞ്ഞ അലംഭാവമാണ് നിലവിലെ ഭരണസമിതി കൈക്കൊള്ളുന്നതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് TY ഏലിയാസും സ്വതന്ത്ര കൗൺസിലർ വിൽസൺ മുണ്ടാടനും പറഞ്ഞു. അങ്കമാലി നഗരസഭ പഴയ ഓഫീസ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം കോൺക്രീറ്റ് ഇന്ന് രാവിലെ അടർന്നു വീണു. നഗരസഭ പഴയ ഓഫീസിന്റെ താഴത്ത് ആളുകൾ ഇല്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായിട്ടുള്ളത്. ഇത്രയും മുകളിൽ നിന്ന് 3 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരു ചെറിയ മെറ്റൽ വീണാൽ പോലും അപകടം സംഭവിക്കാം. ഇത് കോൺക്രീറ്റിന്റെ ഒരു പാളി അങ്ങനെ തന്നെയാണ് അടർന്നു വീണിട്ടുള്ളത്. ഭാഗ്യം കൊണ്ട് അപകടം ഒഴിവായി. ഇവിടെ ഈ പഴയ നഗരസഭാ ഓഫീസ് കെട്ടിടം ഇത് പുതുക്കി പണിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള ഭരണസമിതി 3 വർഷക്കാലമായി ഇതിന്റെ റിപ്പോർട്ട് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കുതിരവട്ടം പപ്പു സിനിമയിൽ നാടോടിക്കാട്ടിൽ പറയുന്നത് പോലെ, നാടുവഴിയിൽ സിനിമയിൽ പറയുന്നത് പോലെ ഇപ്പൊ ശരിയാക്കി തരാം എന്ന വാക്ക് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു കാര്യത്തിനും ഒരു തീരുമാനമില്ല. ഇത് 2 വർഷങ്ങൾക്ക് മുമ്പ് LDFന്റെ കൗൺസിലർമാരും പ്രതിപക്ഷ സ്വതന്ത്ര കൗൺസിലർമാരും ഉൾപ്പെടെ വന്ന് ഈ വിഷയം ചൂണ്ടിക്കാട്ടുകയും മൈൻഡ് ഓഫ് അങ്കമാലി വളരെ കൃത്യമായി സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ നിങ്ങൾ തന്നെ ഒരു വാർത്ത കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നഗരസഭാ കൗൺസിൽ ഹാളിൽ പലവട്ടം കൗൺസിൽ യോഗം നടക്കുമ്പോൾ ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ച് സമരം നടത്തുകയും ശേഷം ഈ സംഭവ സ്ഥലത്ത് വന്ന് ഇതിന്റെ നിജസ്ഥിതികൾ കണ്ട് ബോധ്യപ്പെടുകയും അത് JD ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഒന്നിനും ഒരു തീരുമാനമില്ലാത്ത അവസ്ഥയാണ്. അങ്കമാലി നഗരസഭാ ഭരണസമിതി യഥാർത്ഥത്തിൽ നാഥനില്ലാത്ത കളരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിനും ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. ഇവിടെ ഈ കെട്ടിടം ഏത് സമയത്തും പൊളിഞ്ഞു വീഴാം. ഇതിന് മുകളിൽ വശങ്ങളിലും മരങ്ങൾ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു. അടിവശത്തെ മുഴുവൻ ഹാളുകളിലും വേസ്റ്റ് മാലിന്യ കൂമ്പാരമായി കിടക്കുകയാണ്. ഈ നഗരസഭയുടെ താഴത്ത് കൂടി ഇത് ചുറ്റിക്കറങ്ങി നമുക്ക് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും എല്ലാം കൂടുന്ന വൻ മാലിന്യ മല എന്നുള്ള നിലയിലേക്ക് ഈ നഗരസഭയുടെ ചുറ്റുപാടും ഈ ഓഫീസിന്റെ താഴത്തെ ഭാഗം പൂർണ്ണമായും മാലിന്യ മലയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും
ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥമായിട്ടുള്ള ഈ നടപടി ഇതിനെതിരെ പ്രതിപക്ഷ കൗൺസിലർമാരും ഒപ്പം തന്നെ സ്വതന്ത്ര കൗൺസിലർമാരും ഉൾപ്പെടെ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടെന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിപ്പോൾ ഇവിടുത്തെ കടക്കാരെല്ലാം വലിയ സങ്കടത്തിലും വിഷമത്തിലുമാണ്. നിരവധി സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരക്കാർക്ക് അവരുടെ ജീവന് ഒരു സുരക്ഷയുമില്ലാത്ത അവസ്ഥയിലാണ് അവർ സ്ഥാപനങ്ങൾ തുറങ്ങുന്നത്. രാവിലെ ഒന്ന് തുറക്കും, എപ്പോൾ വേണമെങ്കിലും ഏത് വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയാണ്. അങ്ങനെ വീട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൻ അപകടമാണ് കാത്തിരിക്കുന്നത്. ഇതിന്റെ റിപ്പോർട്ട് കിട്ടുന്നത് കാത്തു നിൽക്കാതെ അതിന് ഒരു ഫോളോ അപ്പ് ഇല്ല എന്നുള്ള പ്രശ്നം. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഈ കെട്ടിടത്തിന്റെ അപകടാവസ്ഥ കൃത്യമായി ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്രയും കാലാവസ്ഥയൊന്നും ഇല്ല. ഇവിടെ 9.5 കോടി രൂപ അങ്കമാലി നഗരസഭ FD ഇട്ടുകൊണ്ടാണ് ഈ കളി കളിക്കുന്നത്. ആളുകളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ ബാധ്യതയുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ നഗരസഭ ഉണർന്ന് പ്രവർത്തിക്കണം. അങ്ങനെ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ സമരവുമായി മുന്നോട്ട് പോരാനാണ് LDF തീരുമാനിച്ചിട്ടുള്ളത്. സ്വതന്ത്ര കൗൺസിലർമാരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭത്തിന് ഞങ്ങൾ നേതൃത്വം നൽകും. ഇതിന്റെ DPR-ൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം 2 കോടി ചില്ലാൻ രൂപയാണ് DPR-ൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അതും കൗൺസിൽ പാസ്സാക്കിയിട്ടുള്ളതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടും വർഷങ്ങളോളം കത്തിരുന്നിട്ടും ഇതിന് യാതൊരു നടപടിക്രമങ്ങളും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ് ഇതിൽ നിസ്സംഗത കാണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇതിന്റെ പുറകിലൊരു സ്ഥലമുണ്ട്, ഏക്കറണക്കിന് കിടക്കുന്ന സ്ഥലം. ആ മുതലാളിയെ സഹായിക്കുന്നതിന് വേണ്ടി ഈ ബിൽഡിംഗ് ഇടിച്ചു നിർത്തുന്നതിന് വേണ്ടി ചെയർമാനും കൂട്ടരും ഒത്തുകളിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, നഗരസഭയുടെ ഹൃദയഭാഗത്ത് നഗരസഭയുടെ ഇത്രയും വിലപിടിപ്പുള്ള ഒരു സ്വത്ത് അന്യാധീനപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് അങ്കമാലി നഗരസഭയിലെ ഇപ്പോഴത്തെ ഭരണനേതൃത്വം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഭവിഷ്യത്തുകളെല്ലാം നേരിടേണ്ടി വരിക ആ നഗരസഭയിലെ കൗൺസിൽ അംഗങ്ങളാണ്. ഈ വീഴ്ച മൂലം ഉണ്ടാകുന്ന ബാധ്യതകളെല്ലാം ഇവിടുത്തെ കൗൺസിലർമാരുടെ, ഈ ഭരണസമിതിയിലെ കൗൺസിലർമാരുടെ ചുമലിലേക്ക് ആകുമെന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് ഭരണസമിതി ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥത കൊണ്ടുനടക്കുന്നത്. ഈ ബിൽഡിങ്ങിനകത്ത് തന്നെ ഇവിടുത്തെ പഴയ ലൈബ്രറി ഹാളിൽ വേസ്റ്റിന്റെ കൂമ്പാരങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിന്റെ പുറകിൽ ഹരിതകർമ്മസേന കൊണ്ടുവന്നിരിക്കുന്ന മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നു. ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇന്ന് രാവിലെ ഏകദേശം 10 മണിയോടുകൂടി അങ്കമാലി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന് മുമ്പിൽ ചെയർമാന്റെ നേതൃത്വത്തിൽ ഒരു ഡെങ്കിപ്പനി ബോധവൽക്കരണ പരിപാടി നടത്തുകയുണ്ടായി. ഈ ബോധവൽക്കരണ പരിപാടി നടത്തിയിരിക്കുന്നത് ഈ അങ്കമാലിയിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണ്. ഇത്തരത്തിൽ വേസ്റ്റുകൾ കൂട്ടിയിട്ട് കുതിരകൾ പെരുക്കുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവരെ പ്ലാസ്റ്റിക് സംസ്കരണ കേന്ദ്രത്തിനകത്ത് ഇതിലധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. കെട്ടിടത്തിന് ചുറ്റും നഗരസഭ തന്നെ മാലിന്യ മല തീർത്തിരിക്കുകയാണെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിക്കുന്നു. കെട്ടിടത്തിന്റെ തർക്കം സംബന്ധിച്ച് 2 മുന്നണികളും പരസ്പരം പഴിചാരി ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് BJP പാർലമെന്ററി പാർട്ടി ലീഡർ AV രഘു ചൂണ്ടിക്കാട്ടി. അങ്കമാലി പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അങ്കമാലി നഗരസഭ പഴയ നഗരസഭാ കാര്യാലയമാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്കിന്നിവിടെ ആർക്കും കാണാൻ സാധിക്കുന്നത്. ഏറെ അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ബാങ്ക്, അതോടൊപ്പം ഒരു ഡെൻ്റൽ ഹോസ്പിറ്റൽ, അതോടൊപ്പം മറ്റ് സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന ഈ ബിൽഡിങ്ങിൽ അതിൻ്റെ പഴക്കം കൊണ്ട് ഇത് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. ഇന്നും ഈ സമയത്ത് ഏറ്റവും മുകളിൽ നിന്ന് സിമൻറ്റ് കോൺക്രീറ്റ് കട്ടകൾ ഇടിഞ്ഞ് താഴേക്ക് നിർഭാഗ്യവശാൽ താഴത്ത് മറ്റാരും ഇല്ലാതിരുന്നത് വളരെ ഭാഗ്യം കൊണ്ട് തന്നെയാണ്. ഇതിൻ്റെ ഏതൊരു മൂലയിൽ നോക്കിയാലും ഏതൊരു ഭാഗത്ത് നോക്കിയാലും കോൺക്രീറ്റുകൾ ഇടിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത്. അതിൻ്റെ കമ്പികളെല്ലാം പുറത്തു വന്ന സാഹചര്യവും അതോടൊപ്പം തന്നെ സെൻസൈഡിൻ്റെ ഭാഗങ്ങൾ വലിയ ആൽമരങ്ങൾ തഴച്ചു വളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാലാകാലങ്ങളിൽ വരുന്ന ഭരണസമിതികൾ പരസ്പരം പഴിചാരിക്കൊണ്ട് ഒരു മെയിൻ്റനൻസ് ഈ ബിൽഡിങ്ങിൽ വേണ്ടതായ യാതൊരു വിധത്തിലുള്ള മെയിൻ്റനൻസ് നടത്താതെ കണ്ട് ഇത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് വേണം ഇതിന് കണക്കാക്കാനായിട്ട്. അതോടൊപ്പം തന്നെ ഇത് നിലവിലുള്ള കൗൺസിലർമാർക്ക് ഒരു ബാധ്യതയായിട്ട് വരാനുള്ള ഒരു സാഹചര്യവും നിലവിലുണ്ടെന്നുള്ളൊരു ഭയപ്പാടാണ് നിലവിലുള്ള കൗൺസിലർമാർക്കുള്ളത്. കാരണം ഇതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കാതെ തുക വകയിരുത്തേണ്ടെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ യാതൊരു വിധത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇരു കക്ഷികളും പറയുന്നത് ഒരു വിഭാഗം ഒരു രാഷ്ട്രീയ കക്ഷികൾ ഇതിനു വേണ്ടി ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടിയും അതോടൊപ്പം തന്നെ മറുഭാഗം പറയുന്നു ഇതിൻ്റെ ഫിറ്റ്നസ് നഷ്ടപ്പെടുത്തിയത് രണ്ടും ഒരേ ഏജൻസിക്ക് തന്നെ നഗരസഭയിൽ നിന്നുള്ള പണം മുടക്കിക്കൊണ്ടാണ് ഇത്തരമുള്ള കാര്യങ്ങൾ ചെയ്തതെന്നുള്ളതാണ് ഒരു പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു കക്ഷി ഈ കെട്ടിടത്തിന് നഗരസഭ പഴയ കാര്യാലയത്തിന് ഫിറ്റ്നസ് ഉണ്ടോ എന്ന് വാങ്ങിക്കുകയും
ആധികാരികമായിട്ട് കോഴിക്കോട് NIT എന്ന സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിച്ചതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മറുപക്ഷം വന്നപ്പോൾ അതിന് ഫിറ്റ്നസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യവും ഉള്ള സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇതിൻ്റെ നിജസ്ഥിതി ജനങ്ങൾക്കറിയാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഇതിൻ്റെ മെയിൻ്റനൻസ് മെയിൻ്റനൻസ് എത്രയും വേഗം നടപ്പിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഇത്രയും മുകളിൽ നിന്ന് കോൺക്രീറ്റ് കഷ്ണങ്ങൾ താഴേക്ക് വീഴുന്ന സമയത്ത് വിലപിടിപ്പുള്ള വാഹനങ്ങൾ താഴെ പാർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇത് ധാരാളം ആളുകൾ ഇവിടെ ഈ സ്ഥാപനങ്ങളിലേക്ക് കയറി വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണിത്. ഇത് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ഈ സ്ഥാപനം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഇതിൻ്റെ മെയിൻ്റനൻസ് നടത്തണമെന്ന് ശക്തമായ രീതിയിൽ ആവശ്യപ്പെടുകയാണ്. കെട്ടിടം ഉയർത്തുന്ന അപകട ഭീഷണിയിൽ ആശങ്കയിലാണ് ഇവിടെയുള്ള കച്ചവടക്കാരും പൊതുജനങ്ങളും. ഇത് പരിഹരിക്കാൻ നഗരസഭയും ജനപ്രതിനിധികളും ഉണർന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. MV Jacko Jewelers, Angamali.